സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ജീവനക്കാരാക്കുന്ന രീതി ഉടമകൾ ഉപേക്ഷിക്കണമെന്നും ഇതിനായി പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്നും ഇല്ലാത്തവരെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. തമിഴ്നാട് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വൈക്കത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്കും ചെന്നൈയിലേക്കും പുതുതായി ആരംഭിച്ച ബസ് സർവീസുകളുടെ ഉദ്ഘാടന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വേദിയിലെ വിശിഷ്ടാതികൾ ഒപ്പം ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തമിഴ്നാട് அரசு விரைவு போக்குவரத்து கழகம் தமிழ்நாடு சென்னை லிமிடெட் புதிதாக தொடங்கிയത് വൈക്കം ചെന്നൈ மற்றும் വൈക്കം വേളാങ്കണ്ണി ടാറ്റാ ഡീലക്സ് പേருந்து സേവനം KSRTCയിലെ വൈക്കം ഡിപ്പോയിലെ ജീവനക്കാർ, നമ്മളിവിടെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലെയും ബഹുമാന്യരായ മുഖ്യമന്ത്രിമാർ പെരിയാർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ വരുമ്പോൾ അവിടെ വെച്ച് ശ്രീ ഫ്രാൻസിസ് ജോർജ് വേദിയിൽ ഒരു തുണ്ട് കടലാസിൽ എഴുതി കൊടുത്തു. ഒരു ലെറ്റർ പാഡ് കൊണ്ട് കിടക്കണം, നമ്മളങ്ങനെ കൊണ്ട് കിടക്കാറില്ല, ലെറ്റർ പാഡ് ഇപ്പോഴും ഉണ്ട്, കിടക്കുകയാണ്. അപ്പോൾ തന്നെ സ്റ്റേജിൽ വെച്ച് ഇത്തരത്തിലൊരു വണ്ടി വേണം എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ മിനിസ്റ്റർ ഞാനായിട്ട് സംസാരിക്കുമ്പോൾ മിനിസ്റ്റർ എന്താ പറഞ്ഞു, MP CM கிட்ட கேட்டிருக்கு பஸ் வேணாம்னு சொல்லியிருக்கு, பஸ் ரெடி എന്ന്. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് അത് എഴുതി കൊടുത്തപ്പോൾ, പക്ഷേ ഫ്രാൻസിസ് ജോർജിന് ഒരു ചമ്മലുണ്ടായിരുന്നു. കാരണം ഈ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനോട് പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ടാണോ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്നൊരു സംശയമുണ്ടായി. നമുക്കിപ്പോൾ അതെ KSRTC ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അച്ഛൻ്റെ നേതാവിൻ്റെ മോനാണ്. അപ്പോൾ എന്നോട് ഇച്ചിരി കരുണ കാണിച്ചാൽ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ അച്ഛൻ്റെ നേതാവായിരുന്നു. His father was the leader of my father. His father was the leader of my father. തമിഴ്നാട് സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി തമിഴ്നാടിൻ്റെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ആലപ്പുഴ ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കലിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോകുന്നതിനായി തീർത്ഥാടകർക്ക് സമയത്ത് എത്തിച്ചേരുന്നതിനായി വൈക്കത്തേക്ക് KSRTC പ്രത്യേക ബസ് സർവീസ് ഏർപ്പെടുത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സാമൂഹിക നീതിക്കായി തന്തേ പെരിയാർ പോരാടിയ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് സമരഭൂമിയിൽ നിന്നും തമിഴ്നാടിൻ്റെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിക്കാനുള്ള തീരുമാനം ചരിത്രസ്മരണ നിലനിർത്തുന്നതിന് കൂടിയാണെന്നും KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി SS ശിവശങ്കർ പറഞ്ഞു. Service moment. That's why whatever the loss, we have to serve the people. That's the motto of the government nowadays. அந்த வகையில் இன்றைக்கி இந்த போக்குவரத்து கழகம் தமிழ்நாட்டில் வந்து ஒரு மிகப்பெரிய நெருக்கடியில் இருந்தது. எங்களுடைய மாண்புமிகு தமிழ்நாடு முதலமைச்சர் M.K. ஸ்டாலின் அவர்கள் ஆட்சி பொறுப்பு பிறகு பல்வேறு விதங்களில் சீரமைக்கப்பட்டு மீண்டும் ஒரு நல்ல முறைக்கு வந்திருக்கிறது. அந்த வகையில் இங்கே உணவு தொழிலாளர்கள் எங்களுடைய தமிழ்நாட்டிலேருந்து இங்கே வந்திருக்கிறாங்க. தொழிற்சங்கத்தை சேர்ந்தவர்கள் தான் இந்த போக்குவரத்து கழகம் சிறப்பாக இயங்குவதற்கு அவர்கள் மிகுந்த உறுதுணையாக இருக்கக்கூடியவர்கள். தமிழ்நாட்டில் வந்து ஒரு மக்கள் எந்த நேரத்தில் எந்த இடத்திற்கு செல்வதென்றாலும் அவர்கள் விரும்புகின்றபடி பணியாற்றுகின்றவர்கள், தங்களுடைய சொந்த வேலையை விட்டு பணியாற்றுகின்றவர்களாக எங்களுடைய போக்குவரத்துறை டிரைவர்ஸ் அண்ட் கண்டக்டர் அங்கே வந்து வேலை செய்கிற காரணத்தினால தான். ബസ് സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഗതാഗത വകുപ്പ് മന്ത്രിമാരായ SS ശിവശങ്കറും കെ.ബി. ഗണേഷ് കുമാറും ചേർന്ന് നിർവഹിച്ചു. ചെന്നൈ ബസ് സർവീസ് 6-ന് വൈക്കത്ത് എത്തിച്ചേരുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. ചടങ്ങിൽ വൈക്കം MLA CK ആശ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മുഖ്യമന്ത്രിമാർ വന്ന പരിപാടികൾ 2 പ്രാവശ്യമായി നടത്തപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണിത്. ആ 100ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അതിൻ്റെ തമിഴ്നാട് സർക്കാരിൻ്റെ പരിധിയിലുള്ള തന്തേ പെരിയാർ സ്മാരകത്തിൻ്റെ റിനോവേഷൻ കഴിഞ്ഞുള്ള ഉദ്ഘാടനം കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களுം കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സ്റ്റലിൻ അവர்களுം ചേർന്ന് നിർവഹിക്കുകയുണ്ടായത്.
അതിനുശേഷം ഏതാനും ആഴ്ചകൾക്കിപ്പുറം തന്നെ നമ്മളെല്ലാവരെയും വളരെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ ഒരു പ്രഖ്യാപനം വൈക്കത്ത് നിന്ന് ചെന്നൈക്കും അതോടൊപ്പം തന്നെ വൈക്കത്ത് നിന്ന് വേളാങ്കണ്ണിക്കും 2 സർവീസുകൾ സത്യാഗ്രഹ ശതാബ്ദിയുടെ ഓർമ്മയ്ക്കായി അല്ലെങ്കിൽ അതിൻ്റെ മെമ്മോറിയലായി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരെയും അറിയിച്ചത്. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP മുഖ്യ പ്രഭാഷണം നടത്തി. വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ്, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, SETC മാനേജിംഗ് ഡയറക്ടർ R മോഹനൻ, GP പ്രദീപ് കുമാർ, TA ഉബൈദ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാനിവിടെ വന്നപ്പോഴാണ് എന്നോട് നമ്മുടെ ഏതാനും സുഹൃത്തുക്കൾ ബോൾസമൻ സജീവും അതുപോലെ തന്നെ UDF നേതാക്കന്മാരെല്ലാവരും എന്നോട് പറഞ്ഞു, നമ്മുടെ MLA ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കാര്യം പറയണം, ഈ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സ്മാരകമായി ഇങ്ങനെ 2 സർവീസ് തുടങ്ങണം, വൈക്കത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കും വേളാങ്കണ്ണി നാഗൂർ, പിന്നെ ഈ പറയുന്ന പോലെ വൈക്കം ചെന്നൈ. കാരണം ഒട്ടേറെ പേർ അങ്ങോട്ട് യാത്ര ചെയ്യുന്നവരാണ്, അപ്പോൾ അവർക്കൊരു സൗകര്യമാകും, അത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ പിന്നെ ടൈപ്പ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഒരു ലെറ്റർ എടുത്ത് സ്റ്റേജിലിരുന്ന് ആശ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നാണ് എഴുതിയത്. മുഖ്യമന്ത്രിക്ക് ഞാനൊരു കത്ത് കൊടുത്തു, ഇങ്ങനെ 2 കാര്യമുണ്ട്, ഈ ഒരു സ്മാരകത്തിൻ്റെ ഉദ്ഘാടന ദിവസം അതിൻ്റെ ഓർമ്മയ്ക്കായി ഇങ്ങനെ 2 സർവീസ് തുടങ്ങണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിനൊരു കത്ത് കൊടുത്തു. ജനപ്രതിനിധികൾ, ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വിഷൻ ന്യൂസ്, വൈക്കം.